ക്ലാസ്സിലെ മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് വേരിയബിൾസ് ഉപയോഗിച്ച് വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ജനറലായിട്ട് കണ്ടുപിടിച്ച് വെച്ചിരുന്നു. ഇനി അതുപയോഗിച്ച് വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ചെയ്യാം. അതിനു മുമ്പ് മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് വേരിയബിൾസ് ഒന്ന് ഫെമിലിയർ ആകുന്നതിന് വേണ്ടി നമുക്ക് അതുപയോഗിച്ച് ചെയ്യുന്ന ചില പ്രോബ്ലംസ് കാണാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ സൊല്യൂഷൻസ് യു ഓഫ് എക്സ് വൈ ഓഫ് ദ ഫോളോവിങ് ഇക്വേഷൻസ് ബൈ സെപ്പറേറ്റിംഗ് വേരിയബിൾസ്. അതായത് ഒരു പി ഡി തന്നിട്ടുണ്ട്. ആ പി ഡിയുടെ സൊല്യൂഷൻ നമ്മൾ സെപ്പറേറ്റിംഗ് വേരിയബിൾസ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സെപ്പറേറ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്യാണ് ഫംഗ്ഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സം ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു സം ഫംഗ്ഷൻ ഓഫ് വൈ എന്ന ഫോമിലായിരിക്കും. അതായത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ എന്ന ഫോമിലാണ് സൊല്യൂഷൻ ഇരിക്കുന്നതെന്ന് അസ്യൂം ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഫോം ചെയ്യും. അതിനെ സോൾവ് ചെയ്ത് നമ്മൾ എഫും ജിയും കണ്ടുപിടിക്കുന്നു. എഫും ജിയും കിട്ടിക്കഴിയുമ്പോൾ അത് യു ഓഫ് എക്സ് വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ആൻസർ എത്തുന്നു. അതാണ് മെത്തേഡ്. സോ നമുക്ക് ഫസ്റ്റ് വൺ എക്സാമ്പിളിലൂടെ കാണാം. ഫസ്റ്റ് വൺ, യു എക്സ് ഈക്വൽ ടു 2y 2 ഇൻറ്റു യു വൈ പ്ലസ് യു. യു എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു യു വൈ പ്ലസ് യു. Assume that u of xy equal to g of f of x into g of y be a solution of the given PDE. So നമ്മൾ എടുക്കുകയാണ് u of xy equal to function of x into function of g y എന്ന ഫോമിലാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് അസ്യൂം ചെയ്തു. ഇനി എന്ത് ചെയ്യുകയാണ്, നമ്മളിതിനെ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിനകത്ത് യു എക്സ് യു വൈ ഒക്കെയാണ് ഉള്ളത്. സോ നമ്മൾ യു എക്സ് യു വൈ കണ്ടുപിടിക്കുക, ഇക്വേഷനിൽ പി ഡി ഇയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഹാവ് യു എക്സ് ഈക്വൽ ടു 2uy പ്ലസ് യു. ഫ്രം ദ അസംഷൻ യു ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ. സോ യു എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ ജി ഓഫ് വൈ എന്ന് പറയുന്ന അവിടെ ഒരു ഫംഗ്ഷൻ ഓഫ് വൈ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ജി ഓഫ് വൈ ഇൻറ്റു എഫിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡി എഫ് ബൈ ഡി എക്സ്. ഇനി യു വൈ ഈക്വൽ ടു അവിടെ വരുമ്പോൾ വൈ വെച്ചാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് യുവിനെ. അവിടെ ജി ഓഫ് വൈ എന്ന് പറയുന്ന അപ്പം മാത്രമേ വേരിയബിളായിട്ട് വരുന്നുള്ളൂ. എഫ് ഓഫ് എക്സ് എഫ് എന്ന് പറയുന്ന അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ജി ബൈ ഡി വൈ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 1 വി ഗെറ്റ് ജി ഓഫ് വൈ ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ജി ബൈ ഡി വൈ പ്ലസ് യു എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ ആണ്. സോ പ്ലസ് യു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് യു വൈ ആണ്. ഇവിടെ നമ്മൾ യു എക്സ് നമ്മൾ കണ്ടുപിടിച്ചു, യു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, യു വൈ കണ്ടുപിടിച്ചു ഇത്. സോ 2 ഇൻറ്റു യു വൈ പ്ലസ് യു ഓഫ് എക്സ് വൈ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, എക്സുകളുടെ ടേമെല്ലാം ഒരു വശത്തും വൈയുടെ ടേംസ് എല്ലാം ഒരു വശത്തും അങ്ങനെ മാറ്റിയിടണം. സോ നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യണം. അത് അപ്പം നോക്കാം, ഇവിടെ ഇതിലും ജി ഓഫ് വൈ ഉണ്ട്. സോ നമുക്ക് ജി ഓഫ് വൈ രണ്ടും കൂടെ കോമൺ എടുക്കും. ജി ഓഫ് വൈ ഇൻറ്റു എഫ് ഡി എഫ് ബൈ ഡി എക്സ്, ഇതിവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ വരുമ്പോൾ മൈനസ് ആയി. മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ജി ബൈ ഡി വൈ. നമുക്ക് ഈ 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് കൂടി ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ മൊത്തം എഫ് ഓഫ് എക്സിൻ്റെ ടേംസ് ആണ്. ഈ ജി ഓഫ് വൈ ഈ വശത്തേക്ക് വരുന്നു. സോ ഡി എഫ് ബൈ ഡി എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് divided by 2 into f of x equal to dg by dy divided by g of y. സോ ഇത് എക്സിൻ്റെ മാത്രം ഒരു ഫംഗ്ഷൻ, ഇത് വൈയുടെ മാത്രം ഒരു ഫംഗ്ഷൻ. സോ ഇത് രണ്ട് ഈക്വൽ ആകുമ്പോൾ ഇത് ഇറ്റ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് കെ ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു സം കെ സെ. സോ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഇവിടെ നിന്ന് കിട്ടും. ഇത് ഈക്വൽ ടു കെ എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. അതുപോലെ ഇത് ഈക്വൽ ടു കെ എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ അടുത്തൊരു ഇക്വേഷൻ കിട്ടും. നമ്മൾ ഇത് രണ്ടും എടുത്തു. ഡി എഫ് ബൈ ഡി എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2k ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഓക്കെ, ആൻഡ് ഡി ജി ബൈ ഡി വൈ ഈക്വൽ ടു കെ. സോ നമ്മൾ ഇതിനെയും ഡി എഫ് ബൈ എഫ് ഓഫ് എക്സ് ഒരു വശത്ത് വന്നു. അതിനുശേഷം ഈ എഫ് ഓഫ് എക്സ് ഇവിടെ വന്നുമ്പോൾ 2k + 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നായിരുന്നു. അതിൽ നിന്ന് എഫ് ഓഫ് എക്സിനെ ഒരു വശത്തേക്കാക്കി, ഡി എക്സിനെ മറ്റൊരു വശത്തേക്കാക്കി. അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. അതുപോലെ ഡി ജി ബൈ ഡി വൈ ഈക്വൽ ടു കെ ഇൻറ്റു ഡി വൈ, രണ്ട് ഇക്വേഷൻസായി. ഇനി ഇതിനെ ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടും. സോ ഓൺ ഇൻറ്റഗ്രേഷൻ ഫസ്റ്റ് 2 ഇംപ്ലൈസ് ഡി എഫ് ബൈ ഡി എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് എഫ് ഓഫ് എക്സ്, ഡി എഫ് ബൈ ഡി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് log f of x. So 2k plus 1 dx integrate ചെയ്യുമ്പോൾ 2k plus 1 x plus
കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. അത് നമ്മൾ ലോഗ് C1 എന്ന് എടുക്കുകയാണ്. നമ്മൾ സൊല്യൂഷന് കണ്ടുപിടിക്കുമ്പോൾ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയാണ്. സോ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു C1 ഇൻറ്റു ഇ റേസ് ടു 2k + 1x. ഓക്കെ, ഈ ലോഗരിതം മാറ്റാൻ വേണ്ടി നമ്മൾ എക്സ്പോണൻഷ്യൽ എടുത്തു. ബോത്ത് സൈഡ്സിൽ എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്തപ്പോൾ ഇ റേസ് ടു ലോഗ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ദിസ് ടൈം ആയിരുന്നു ഇ റേസ് ടു ദിസ് ഇൻറ്റു ഇ റേസ് ടു ദിസ്. സോ ഇ റേസ് ടു ലോഗ് C1 എന്ന് പറയുന്നത് C1 ആയി. C1 ഇൻറ്റു ഇ റേസ് ടു 2k + 1x. സിമിലർലി നമുക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോഗ് g(y) ഈക്വൽ ടു KY പ്ലസ് ലോഗ് C2 എന്ന് കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പോണൻഷ്യൽ പവർ എടുക്കണം. ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടി ലോഗ് g(y) പ്ലസ് KY പ്ലസ് ലോഗ് C2. ഇതിൻ്റെ എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ g(y) ഈക്വൽ ടു C2 ഇ റേസ് ടു KY എന്ന് കിട്ടി. സോ നമുക്ക് എഫ് ഓഫ് എക്സും കിട്ടി, g(y)യും കിട്ടി. സോ നമുക്ക് സൊല്യൂഷൻ യു ഓഫ് എക്സ് അതിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഇൻറ്റു g(y) എന്നാണ് സൊല്യൂഷൻ. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് C1 ഇ റേസ് ടു 2k + 1x ആയിരുന്നു. അതുകൊണ്ട് ജി ഓഫ് വൈ എന്ന് പറയുന്നത് C2 ഇ റേസ് ടു KY ആയിരുന്നു. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ രണ്ടും കൂടെ കൂട്ടി ഒരു കോൺസ്റ്റൻറ്റ് C എന്ന് വിളിക്കാം. പിന്നെ ഇ റേസ് ടു 2k + 1x പ്ലസ് KY എന്ന് ഇതിനെ ഒന്നിച്ചെഴുതാം. സോ നമുക്ക് യു ഓഫ് എക്സ് വൈക്കൽ ടു ഇങ്ങനെ കിട്ടി. സിമിലർലി നമുക്ക് വേറൊരു പി ഡി കൂടി സോൾവ് ചെയ്ത് നോക്കാം. സെക്കൻഡ് ഇക്വേഷൻ ഗിവൻ ദ പി ഡി UXY മൈനസ് U ഈക്വൽ ടു 0. സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? UXY ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റിംഗ് വേരിയബിൾസ് മെത്തേഡാണ്. സോ UXY ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു സം ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ദാറ്റ് ഈസ് g(x) ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു g(y) എന്ന ഫോമിലാണെന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? UXY കണ്ടുപിടിക്കണം. സോ UXY കണ്ടുപിടിക്കുക. ആദ്യം UX കണ്ടുപിടിച്ചു. പിന്നെ ജസ്റ്റ് ഫസ്റ്റ് അതിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തു, പിന്നെ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അല്ലെങ്കിൽ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എങ്ങനെ ചെയ്താലും സെയിം ആണ്. UXY ഈക്വൽ ടു UYX ആണ് ഓൾവേസ്. സോ നമുക്ക് UX ഈക്വൽ ടു ∂u/∂x ദാറ്റ് ഈസ് g(y) ഇൻറ്റു df/dx. ഇനി എന്ത് ചെയ്യുക? ഇനി വൈ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് UXY കിട്ടും. സോ ∂by∂y ഓഫ് ∂u/∂x ആണ് UXY. ദാറ്റ് ഈസ് ∂by∂y ഓഫ് g(y) ഇൻറ്റു df/dx. ദാറ്റ് ഈസ് df/dx എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചു. ദെൻ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dg/dy. സോ നമുക്കിത് ഇക്വേഷൻ നമ്പർ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? df/dx മൈനസ് df/dx ഇൻറ്റു dg/dy മൈനസ് u ആണ്. u എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു g(y). എഫ് ഓഫ് എക്സ് ഇൻറ്റു g(y) ഈക്വൽ ടു 0. സോ നമുക്കിതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. എഫിൻ്റെ ടേംസ് എല്ലാം ഒരു വശത്തും ജിയുടെ ടേംസ് എല്ലാം മറുവശത്തും അങ്ങനെ മാറ്റി എഴുതാം. സോ ഇങ്ങനെ ആദ്യമേ ഇതിനെ മറുവശത്തേക്ക് കൊണ്ടുവന്നു. സോ df/dx ഇൻറ്റു dg/dy ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു g(y) എന്നായി. ഇനി നമ്മൾ ഇതിനെ എഫിൻ്റെ ടേംസ് ഒരു വശത്തേക്ക്, വൈൻ്റെ ടേംസ് ജിയുടെ ടേംസ് എല്ലാം മറുവശത്തേക്ക് കൊണ്ടുപോയി. സോ df/dx/എഫ് ഓഫ് എക്സ് ഈക്വൽ ടു g(y)/dg/dy ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് എന്ന് വന്നു. സോ നമുക്കിതിൽ നിന്ന് രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്യാം. ദിസ് ഈക്വൽ ടു കെ എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് df/dx ഈക്വൽ ടു കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് കിട്ടി. ആൻഡ് ദിസ് വൺ ഈക്വൽ ടു കെ എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് dg/dy ഈക്വൽ ടു 1/k ഇൻറ്റു g(y) എന്നും കിട്ടി. സോ ഓൺ എഫിൻ്റെ ടേംസ് എല്ലാം ഒരു വശത്തും എക്സിൻ്റെ ടേംസ് എല്ലാം ഒരു വശത്തും. സോ നമുക്ക് df/എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു dx എന്ന് കിട്ടി. അതുപോലെ dg/g(y) ഈക്വൽ ടു 1/k ഇൻറ്റു dy എന്ന് കിട്ടി. ഓൺ ഇൻറ്റഗ്രേഷൻ വി ഗെറ്റ് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് പ്ലസ് ലോഗ് C1 കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ലോഗ് C1 എന്ന് കൊടുത്തു. അതുപോലെ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് g(y) ഈക്വൽ ടു 1/k ഇൻറ്റു y പ്ലസ് ലോഗ് C2 എന്ന് കിട്ടി. രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു C1 ഇൻറ്റു ഇ റേസ് ടു kx. ഇവിടെ g(y) ഈക്വൽ ടു C2 ഇൻറ്റു ഇ റേസ് ടു 1/k y. Therefore, f of x equal to c1 e raised to kx and g of y equal to c2 e raised to y/k. Therefore, u of xy equal to f of x into g of y ആണ്. That is c1 into c2 into e raised to kx into e raised to y/k. That is equal to c into e raised to kx plus y/k. ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലത്തെ തന്നെ സപ്ലിമെൻ്ററി പ്രോബ്ലംസിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതിലെ കുറച്ച് ഒന്ന് രണ്ട് പ്രോബ്ലംസ് കൂടി ഞാൻ സോൾവ് ചെയ്യാം. ബാക്കി നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. First one, find the solutions of the following PDE by the method of separating variables. First one, ux plus uy equal to 0.
സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, യു ഓഫ് എക്സ് വൈ ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ ബി ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ എന്ന് എഴുതും. എന്നിട്ട് നമുക്ക് ഇക്വേഷനകത്തുള്ളത് യു എക്സും യു വൈ ആണ്. സോ യു എക്സ് യു വൈ കണ്ടുപിടിക്കാം. സോ യു എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ജി ഓഫ് വൈ ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ്. അതുപോലെ യു വൈ എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ വൈ ആണ്. ദെൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ജി ബൈ ഡി വൈ. സോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ ജി ഓഫ് വൈ ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ജി ബൈ ഡി വൈ ഈക്വൽ ടു 0. That is g of y into df by dx equal to minus of f of x into dg by dy. So f of x ഉം എല്ലാം ഒരു വശത്തും g of y ഉം y എല്ലാം ഒരു വശത്താക്കി. Then we get df by dx by minus f of x equal to dg by dy into divided by g of y, that is which is equal to some constant say k. So നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പറ്റും. df by dx ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു കെ. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഡി എഫ് ബൈ ഡി എക്സ് ഈക്വൽ ടു ഈ മൈനസ് എഫ് ഓഫ് എക്സ് ഇവിടെ വരുമ്പോൾ മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു കെ. അതുപോലെ ഇതിൽ നിന്നും ഡി ജി ബൈ ഡി വൈ ഈക്വൽ ടു കെ ഇൻറ്റു ജി ഓഫ് വൈ. രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്തു. ഇതിൽ നിന്ന് നമ്മൾ എഫ് ഓഫ് എക്സിന് ഇവിടെ വന്നു, ഡി എക്സ് ഇവിടെ വന്നു. സോ ഡി എഫ് ബൈ ഡി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി എക്സ്. അതുപോലെ ഡി ജി ബൈ ജി ഓഫ് വൈ ഈക്വൽ ടു കെ ഇൻറ്റു ഡി വൈ. On integration we get log f of x equal to minus kx plus log c1. അതുപോലെ log g of y equal to ky plus log c2. സോ രണ്ട് ഇക്വേഷൻസിനെ എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു c1 e റെസ് ടു മൈനസ് kx, അതുപോലെ g of y ഈക്വൽ ടു c2 e റെസ് ടു ky. Therefore u of xy equal to f of x into g of y which is equal to c1 c2 e raised to minus kx into e raised to ky. That is c into e raised to k into y minus x. So ഇതുപോലെ ഇനി രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. യു എക്സ് മൈനസ് യു വൈ ഈക്വൽ ടു 0. ഇവിടെ എന്ത് തന്നെ എടുക്കുക, യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു സം എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ ആണെന്ന് അസ്യൂം ചെയ്തു. ദെൻ യു എക്സ് യു വൈ ആണ് വേണ്ടത്. ഇക്വേഷനുള്ളത് യു എക്സും യു വൈയും ആണ്. നമുക്ക് യു എക്സ് മൈനസ് യു ആണ്. സോ യു എക്സ് യു വൈ കണ്ടുപിടിക്കാം. സോ യു എക്സ് ഈക്വൽ ടു g of y into df by dx, uy equal to f of x into dg by dy. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇതിനകത്ത്. സോ നമുക്ക് എന്ത് കിട്ടും, g of y into df by dx minus f of x into dg by dy equal to 0 എന്ന് കിട്ടി. ദാറ്റ് ഈസ് df by dx divided by f of x equal to dg by dy by g of y equal to k. That is df by dx equal to k into f of x and dg by dy equal to k into g of y. So df by f of x equal to k into dx, dg by g of y equal to k into dy. So on integration we get log f of x equal to kx plus log c1 and log g of y equal to ky plus log c2. Therefore f of x equal to c1 e raised to kx and g of y equal to c2 e raised to ky. Therefore u of x equal to c1 into c2 into e raised to kx into e raised to ky. That is c into e raised to k into x plus y. നെക്സ്റ്റ് അടുത്ത ഒരു പ്രോബ്ലം കൂടെ നോക്കാം. യു സ്ക്വയർ വൈ സ്ക്വയർ യു എക്സ് മൈനസ് എക്സ് സ്ക്വയർ യു വൈ ഈക്വൽ ടു 0. വൈ സ്ക്വയർ യു എക്സ് മൈനസ് എക്സ് സ്ക്വയർ യു വൈ ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് യു എക്സ് യു വൈ ആണ് വേണ്ടത്. സോ നമ്മൾ ആദ്യം യു ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ എന്ന് എടുത്തു. ഇനി എന്ത് ചെയ്യുക, യു എക്സ് കണ്ടുപിടിക്കുന്നു, യു വൈ കണ്ടുപിടിക്കുന്നു. സെയിം മെത്തേഡാണ്. യു എക്സ് യു വൈ കണ്ടുപിടിച്ചു, എന്നിട്ട് അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് വൈ സ്ക്വയർ ഇൻറ്റു ജി ഓഫ് വൈ ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ജി ബൈ ഡി വൈ ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് രണ്ട് സെപ്പറേറ്റ് ചെയ്തു. വൈ സ്ക്വയർ ജി ഓഫ് വൈ ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ജി ബൈ ഡി വൈ. ഇനി എക്സുകളിലും എഫുകളും എല്ലാം ഒന്നിച്ചാക്കാം, എക്സ് എഫ് എല്ലാം ഒന്നിച്ചാക്കാം. അതായത് ഡി എഫ് ബൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ജി ബൈ ഡി വൈ ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ ഇൻറ്റു ജി ഓഫ് വൈ. ദാറ്റ് ഈസ് എക്സിൻ്റെ ഫംഗ്ഷൻ വൈയുടെ ഒരു ഫംഗ്ഷൻ ഈക്വൽ ടു സം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇത് എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ വൈയുടെ ഒരു ഫംഗ്ഷൻ ഇറ്റ്സ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഈക്വൽ ടു കെ, അതുപോലെ ഇത് ഈക്വൽ ടു കെ, അങ്ങനെ രണ്ടായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. നമുക്കൊരു രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കിട്ടും. ഇവിടെ നോക്കാം, ഡി എഫ് ബൈ ഡി എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്, അതുപോലെ ഡി ജി ബൈ ഡി വൈ ഈക്വൽ ടു കെ ഇൻറ്റു വൈ സ്ക്വയർ ഇൻറ്റു ജി ഓഫ് വൈ. ദാറ്റ് ഈസ് ഡി എഫ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ ഡി എക്സ്, അതുപോലെ ഡി ജി ബൈ ഡി ജി ഓഫ് വൈ ഈക്വൽ ടു കെ വൈ സ്ക്വയർ ഡി വൈ. ഓൺ ഇൻറ്റഗ്രേഷൻ വി ഗെറ്റ്
log f of x equal to k into x square integral x cube by 3 ആണ് plus log c1. അതുപോലെ log g of y equal to k into y cube by 3 log c2. സോ ഓൾ എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ ഹോൾ സൈഡ് എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഇക്വൽ ടു c1 ഇൻറ്റു ഇ റെസ് ടു കെ എക്സ് ക്യൂബ് ബൈ 3. അതുപോലെ ജി ഓഫ് വൈ ഇക്വൽ ടു c2 ഇൻറ്റു ഇ റെസ് ടു കെ വൈ ക്യൂബ് ബൈ 3. സോ വി ഗെറ്റ് യു ഓഫ് എക്സ് വൈ ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ, ദാറ്റ് ഈസ് c1 ഇൻറ്റു c2 ഇൻറ്റു ഇ റെസ് ടു കെ എക്സ് ക്യൂബ് ബൈ 3 ആൻഡ് ഇ റെസ് ടു കെ വൈ ക്യൂബ് ബൈ 3, ദാറ്റ് ഈസ് c ഇൻറ്റു e raised to 1 by k by 3 into x cube plus y cube. So similarly solve ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ് സപ്ലിമെൻ്ററി പ്രോബ്ലംസിലെ 4, 5, 6, 7, 8, 9 ആൻഡ് 10. സോ ഇതൊക്കെ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് വേരിയബിൾസ്. സോൾവ് 4ux plus uy equal to 3u given u equal to e raised to minus 5y when x equal to 0. ഈ പ്രോബ്ലം സെയിം മെത്തേഡ് തന്നെയാണ്, സെപ്പറേറ്റിംഗ് വേരിയബിൾസ് ഉപയോഗിച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് 4ux plus uy equal to 3u. ഒരു പി ഡി സെപ്പറേറ്റിംഗ് വേരിയബിൾസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. സോ നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് യു ഓഫ് എക്സ് വൈ കിട്ടും സം ഫംഗ്ഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്, എക്സ് ഇക്വൽ ടു 0 യു ഇക്വൽ ടു ഇ റെസ് ടു മൈനസ് 5y ആയിരിക്കും. ഇതൊരു ഇനീഷ്യൽ കണ്ടീഷനാണിത്, ഒരു ബൗണ്ടറി വാല്യൂ കണ്ടീഷൻ. അതായത് എക്സ് ഇക്വൽ ടു 0 ആകുമ്പോൾ ഉള്ള വാല്യൂ തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാം, ഈ കണ്ടീഷൻ കൂടെ നമുക്ക് ഉത്തരം കിട്ടി കഴിയുമ്പോൾ എക്സ് ഇക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനൊരു വേറൊരു ഫംഗ്ഷനായി കിട്ടും. ഇനി എന്ത് ചെയ്യുക, അതും ഇ റെസ് ടു മൈനസ് 5y കൂടെ ഇക്വേറ്റ് ചെയ്യുക. സോ നമുക്ക് അതിനകത്ത് ചില കോൺസ്റ്റൻറ്റ് ടേംസ്, ചിലപ്പോൾ കെയോ സിയോ ഒക്കെ നമുക്ക് മാറ്റി ചില നമ്പേഴ്സാക്കി മാറ്റി ഒരു സ്പെസിഫൈഡ് സൊല്യൂഷൻ കിട്ടും. ഇതിപ്പോൾ നമുക്ക് സിയും കെയും ഏത് വാല്യൂസ് കൊടുത്താലും സൊല്യൂഷൻസ് ആണ്. അതനുസരിച്ച് ഇവിടെ നമുക്ക് ഈ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു യൂണീക്ക് സൊല്യൂഷൻ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് സിക്കും കെയ്ക്കും സ്പെസിഫൈഡ് വാല്യൂസ് കിട്ടും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സിംഗിൾ സൊല്യൂഷൻ കിട്ടും. അതാണ് അത്രയും കൂടെ ഈ പ്രോബ്ലത്തിൽ ചെയ്യേണ്ടതുള്ളൂ. സോ നമുക്ക് അതിൻ്റെ അങ്ങനെ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടെ കാണാം. ഗിവൺ 4ux plus uy equal to 3u, that is the given equation using method of separating variables ആണ്. സോ u of x y equal to f of x into g of y എന്ന് അസ്യൂം ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് ux uy ആണ്. സോ ux കണ്ടുപിടിച്ചു, g of y into df by dx and uy equal to f of x into dg by dy. Substituting in 1, we get 4 into g of y into df by dx plus f of x into dg by dy equal to 3 into u, അതായത് f of x into g of y. സോ നമ്മൾ എന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സിൻ്റെ ടേംസ് എല്ലാം ഒന്നിച്ചും ജി ഓഫ് വൈയുടെ ടേംസും എല്ലാം ഒന്നിച്ചാക്കുക. സോ ഇവിടെ ആദ്യമേ നമ്മൾ ഇതിൽ നിന്നും ഇവിടെ ഇതിൽ എഫ് ഓഫ് എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. സോ എഫ് ഓഫ് എക്സ് ഇൻറ്റു 3 into g of y minus dg by dy, that is 4g of y into df by dx equal to f of x into 3gy minus dg by dy. So df by dx divided by f of x equal to 3g of y minus dg by dy all divided by 4 into g of y. Function of x into function of x equal to function of y equal to some constant. നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതും ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. സോ ഇതും ഇക്വേറ്റ് ചെയ്യുമ്പോൾ വേറൊരു ഇക്വേഷൻ കിട്ടി. സോ ഡി എഫ് ബൈ ഡി എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആൻഡ് ത്രീ ഇൻറ്റു ജി ഓഫ് വൈ മൈനസ് ഡി ജി ബൈ ഡി വൈ ഈക്വൽ ടു 4k ഇൻറ്റു ജി ഓഫ് വൈ. രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടി, ഡി എഫ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി എക്സ് ആൻഡ് ഡി ജി ബൈ ഡി വൈ ഈക്വൽ ടു 3 മൈനസ് 4k ഇൻറ്റു ജി ഓഫ് വൈ. ഇതിൽ നിന്ന് ഡി ജി ബൈ ജി ഓഫ് വൈ ഈക്വൽ ടു 3 മൈനസ് 4k ഇൻറ്റു ഡി വൈ എന്ന് കിട്ടി. ഓൺ ഇൻറ്റഗ്രേഷൻ വി ഗെറ്റ് ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് ആൻഡ് ലോഗ് ജി ഓഫ് വൈ ഈക്വൽ ടു 3 മൈനസ് 4k വൈ പ്ലസ് ലോഗ് c2. ഓൺ ഇൻറ്റഗ്രേഷൻ വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു c1 e raised to kx ആൻഡ് ജി ഓഫ് വൈ ഈക്വൽ ടു c2 e raised to 3 മൈനസ് 4k വൈ. Therefore u of x y equal to f of x into g of y, that is c1 into c2 into e raised to kx into e raised to 3 minus 4k y, 3 minus 4k into y, which is equal to c into e raised to kx plus 3 minus 4k into y. Therefore
നമുക്ക് ഇനി സൊല്യൂഷൻ കിട്ടും. യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു സം ജനറലി ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. അതായത് യു ഈക്വൽ ടു e−5y വെൻ എക്സ് ഈക്വൽ ടു 0 എന്നാണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ കിട്ടിയ സൊല്യൂഷനിൽ നമ്മൾ എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് e−5y ആണ് കിട്ടേണ്ടത്. സോ യു ഓഫ് 0y ഈക്വൽ ടു e−5y എന്നാണ് തന്നിട്ടുള്ളത്. സോ നമ്മളിവിടെ എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് c ഇൻറ്റു e0 പ്ലസ് 3 - 4y ഈക്വൽ ടു നമുക്ക് കിട്ടേണ്ടത് e−5y എന്നാണ്. സോ ഇത് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും ഇവിടെ കോൺസ്റ്റൻറ്റ്, ഇവിടെ പവറിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ 1 ആണ്. സോ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഇവിടെ 1 ആണ്. സോ ഇവിടുത്തെ c എന്ന് പറയുന്നത് ഇവിടുത്തെ 1 ആണ്. സോ c ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതേപോലെ വൈയുടെ കോഎഫിഷ്യൻ്റ് -5 ആണ്. ഇവിടെ വൈയുടെ കോഎഫിഷ്യൻ്റ് 3 - 4k ആണ്. സോ ഇതെന്താണ് -5 ആണ്. സോ 3 - 4k ഈക്വൽ ടു -5 ആണ്. അതുപോലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ ഇല്ല. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നമുക്കറിയില്ല. ഇവിടെ ഇത് 0 ആയി പോയിട്ടുണ്ട്. സോ നമുക്ക് കിട്ടുന്നത് 3 - 4k ഈക്വൽ ടു -5 ആണ്. സോ 4k ഈക്വൽ ടു 8, ദെൻ k ഈക്വൽ ടു 2. സോ k ഈക്വൽ ടു 2 എന്നും c ഈക്വൽ ടു 1 എന്നും കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടി? യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 ഇൻറ്റു e⁻²x പ്ലസ് 3 ഇൻറ്റു 4 പ്ലസ് 3 - 4 ഇൻറ്റു 2 ഇൻറ്റു y, ദാറ്റ് ഈസ് e⁻²x - 5y എന്ന് കിട്ടി. സോ യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു e⁻²x - 5y. സോ ഒരു സിംഗിൾ സൊല്യൂഷൻ നമുക്ക് ഇക്വേഷന് PD കിട്ടുകയാണ്. സോ നമുക്ക് ജനറലായിട്ട് ഒരു PD ഒരു സൊല്യൂഷൻ ഇങ്ങനെ കിട്ടും. ഇനി അതിനകത്ത് ഒരു എന്തെങ്കിലും ഒരു എക്സ്ട്രാ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് യൂണീക്ക് സൊല്യൂഷൻ ആ PD കണ്ടുപിടിക്കാൻ പറ്റും. സോ സിമിലർലി സോൾവ് ഇക്വേഷൻ സപ്ലിമെൻ്ററി പ്രോബ്ലംസ് 12 and 13. ഇതിന് സപ്ലിമെൻ്ററി പ്രോബ്ലംസിൽ 12, 13 ഇതേ മെത്തേഡിൽ ഇവിടം വരെ സൊല്യൂഷൻ കിട്ടുന്നു. അതിനുശേഷം ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു സൊല്യൂഷൻ കിട്ടുന്നു. അത്രയും ചെയ്യാനുള്ളതാണ്. അത് തന്നെയാണ് 12, 13 ഉള്ളത്. അത് രണ്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമ്മൾ ഒരു വേവ് ഇക്വേഷനാണ്, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ യു ഓഫ് എക്സ് ടി ഓഫ് ദ സ്ട്രിങ് ഓഫ് ലെങ്ത് L ഈക്വൽ ടു π when c² ഈക്വൽ ടു 1. The initial velocity is 0 and the initial deflection is k into sin x minus 1/2 into sin 2x. സോ നമുക്ക് ചോദ്യത്തിൽ വേവ് ഇക്വേഷൻ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ പക്ഷേ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഡിഫ്ലക്ഷൻ ഓഫ് എ സ്ട്രിങ് കണ്ടുപിടിക്കാനാണെന്ന്. സോ ഡിഫ്ലക്ഷൻ ഓഫ് എ സ്ട്രിങ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. സോ നമുക്ക് ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വേവ് ഇക്വേഷനാണ്. അതിന് c² ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ യു ഓഫ് എക്സ് ടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് c² ഈക്വൽ ടു 1 എന്ന വേവ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ വേവ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് c² ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ∂2u/∂t² ഈക്വൽ ടു ∂2u/∂x² എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ വേവ് ഇക്വേഷൻ. ഇനി ജസ്റ്റ് കണ്ടീഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. സോ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് L ഈക്വൽ ടു π ആണ്. സോ ലെങ്ത് തന്നിട്ടുണ്ട്. സോ 0 to L എന്നുള്ളതിന് വരെ ഇവിടെ 0 to π ആണ്. അതേപോലെ ഇനീഷ്യൽ വെലോസിറ്റി ഈ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അതായത് ut ഓഫ് x0 ഈക്വൽ ടു 0 ആണ്. ut ഓഫ് x0 ഈക്വൽ ടു 0 ആണ്. അതേപോലെ ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതായത് f(x) നമ്മൾ വേവ് ഇക്വേഷൻ്റെ പ്രോബ്ലത്തിൽ കണ്ട സ്മോൾ f(x)ൻ്റെ സ്ഥാനത്ത് ഇവിടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. g(x) എന്ന് പറയുന്ന ഫംഗ്ഷനായിട്ട് ഇവിടെ 0 ആണ്. സോ ഇത് u ഓഫ് x0 ഈക്വൽ ടു 1k ഇൻറ്റു sin x മൈനസ് 1/2 ഇൻറ്റു sin 2x. അതുപോലെ ut ഓഫ് x0 ഈക്വൽ ടു 0. പിന്നെ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ്, ബൗണ്ടറി കണ്ടീഷൻസ്. ഇത് രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ്. സോ ഇനി ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത് x = 0യിലെയും x = L, x = 0, x = Lലെ യുവിൻ്റെ വാല്യൂസ് നമുക്കറിയാം എന്താണ് 0 ആണ്. സോ u ഓഫ് 0t ഈക്വൽ ടു 0 ആണ്. അതുപോലെ u ഓഫ് LT ഈക്വൽ ടു 0 ആണ്. അതായത് എല്ലിൻ്റെ സ്ഥാനത്ത് ഇവിടെ പൈ ആണ്. സോ u ഓഫ് πt ഈക്വൽ ടു 0 ആണ്. സോ ഇത് ഈ കണ്ടീഷൻസ് എല്ലാം കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു u ഓഫ് x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അവർ പ്രോബ്ലം ഈസ് ടു ഫൈൻഡ് എ നോൺ സീറോ സൊല്യൂഷൻ u ഓഫ് x t ഓഫ് ദ PD
dou square u by dou t square equal to dou square u by dou x square subject to the conditions. First boundary conditions u of 0t equal to 0 and u of pi t equal to 0. And initial conditions u of x k into sin x minus half sin 2x and ut of x0 equal to 0. So ഈ പി ഡിയുടെ സൊല്യൂഷൻ, ഈ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ, ഇത്തരം വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ സൊല്യൂഷൻ ജനറൽ ആയിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. സോ നമ്മളൊരു സ്പെഷ്യൽ കേസായിട്ട് റിമാർക്കായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ നമ്മൾ ജനറലായിട്ട് ഇക്വേഷൻ നമ്പർ 12 നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ചെയ്യുക. സോ ഇക്വേഷൻ നമ്പർ 12 അത് ഓർക്കുന്നുണ്ടോ? നോക്കുക, സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇക്വേഷൻ നമ്പർ 12 നോട്ട് ചെയ്യാം. ജനറലായിട്ട് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സീരീസാണ്. യു ഓഫ് എക്സ് ടി ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity an cos lambda n t plus bn sin lambda n t into sin n pi x by l, where an and bn can be computed using the formulas an equal to 2 by l integral 0 to l f of x into sin n pi x by l dx, and bn can be found using another formula, equation number 14, that is bn equal to 2 by cn pi integral 0 to l g of x into sin n pi x by l dx. ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ ബി എൻസ് എല്ലാം 0 ആണ്. സോ ആ ഇക്വേഷൻ്റെ അകത്ത് എ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എ എന്നുകൾ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. സോ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് പറഞ്ഞിരുന്നു. ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ ബി എൻ ഈക്വൽ ടു 0 ആണ്. സോ ഇക്വേഷൻ ജി ഓഫ് എക്സ് ടി ഈക്വൽ ടു അന്നത്തെ മെത്തേഡിൽ നമ്മൾ അതിന് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് നമ്മളിങ്ങനെ എഴുതി. സമ്മേഷൻ എൻ ഈക്വൽ ടു 0 to infinity an cos c n pi t by l into sin n pi x by l. ദാറ്റ് ഈസ് നമ്മൾ എക്സ്പെൻഷൻ കൊടുത്തിട്ട് നമ്മൾ ചെയ്ത് വന്നപ്പോൾ ഹാഫ് എഫ് ഓഫ് എക്സ് മൈനസ് സി ടി പ്ലസ് എഫ് ഓഫ് എക്സ് പ്ലസ് സി ടി എന്ന് കിട്ടി. വേർ എഫ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ ആൻഡ് ഓഡ് പീരിയോഡിക് ഫംഗ്ഷൻ എക്സ്റ്റൻഷൻ ഓഫ് സ്മോൾ എഫ് വിത്ത് പീരിയഡ് 12. ഇവിടെ നമുക്ക് സ്മോൾ എഫ് എന്ന് പറയുന്ന ഒരു ഓഡ് ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. സോ അതിൻ്റെ പീരിയഡ് 2π ആണ്. സോ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് സ്മോൾ എഫ് വെച്ചാണെങ്കിൽ റീപ്ലേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അതൊരു മെത്തേഡാണ്. അല്ലെങ്കിൽ നമ്മൾ ജനറലായിട്ട് ഇവിടെ ഈ ഇക്വേഷനകത്ത് എ എന്നെ കമ്പ്യൂട്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എങ്ങനെ ചെയ്താലും സെയിം ആണ് ഉത്തരം കിട്ടുക. സോ നമുക്കിവിടെ രണ്ട് രീതിയിലും ചെയ്ത് കാണിക്കാം. ഇവിടെ ഇതിനകത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എഫ് ഓഫ് എക്സ് മൈനസ് സി ടി എഫ് ഓഫ് എക്സ് പ്ലസ് സി ടി കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ എ എന്നെ കണ്ടുപിടിക്കാം ഏത് ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച്. ആ രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഹിയർ ജി ഓഫ് എക്സ് ഈക്വൽ ടു 0. സോ ബൈ റിമാർക്ക് ബി എൻ ഈക്വൽ ടു 0 ഫോർ ഓൾ എൻ ഇൻ ഇക്വേഷൻ നമ്പർ 12. So that the solution is u of x t equal to half into f of x minus ct plus f of x plus ct, where capital F is an odd periodic extension of small f of x with the period 2l. That is u of x equal to half into f of x minus c എന്ന് പറയുന്നത് ഇവിടെ c equal to 1 ആണ്. c square equal to 1 ആണ്. സോ c equal to 1. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ f of x minus t plus f of x plus t. സോ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസ് ടി എഫ് ഓഫ് എക്സ് പ്ലസ് ടി കണ്ടുപിടിച്ചാൽ മതി. വി ഹാവ് സ്മോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു കെ ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ഹാഫ് ഇൻറ്റു സൈൻ 2x, വിച്ച് ഈസ് എ ഫംഗ്ഷൻ വിത്ത് ഓഡ് പീരിയോഡ് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് 2π. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. എക്സ്റ്റെൻഡ് ചെയ്താലും നമുക്ക് ഈ ഫംഗ്ഷൻ തന്നെയാണ്. സോ യു ഓഫ് എക്സ് ടി ഈക്വൽ ടു ഹാഫ് കെ ഇൻറ്റു സൈൻ എക്സ് മൈനസ് ടി പ്ലസ് മൈനസ് ഹാഫ് ഇൻറ്റു സൈൻ 2 ഇൻറ്റു എക്സ് മൈനസ് ടി. എക്സിന് സ്ഥാനത്തല്ല എക്സ് മൈനസ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് കെ ഇൻറ്റു എക്സിന് സ്ഥാനത്തല്ല എക്സ് പ്ലസ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സൈൻ എക്സ് പ്ലസ് ടി ഹാഫ് സൈൻ 2 ഇൻറ്റു എക്സ് പ്ലസ് ടി. ഇനി സൈൻ എക്സ് മൈനസ് ടിയുടെ എക്സ്പാൻഷൻ കൊടുത്തു. അതായത് സൈൻ എക്സ് കോസ് ടി മൈനസ് കോസ് എക്സ് സൈൻ ടി. അതുപോലെ ഇവിടെ 2x മൈനസ് 2t ആണ്. സോ അതിൻ്റെ എക്സ്പാൻഷനും കൊടുത്തു. അതുപോലെ ഇവിടെ നമ്മൾ എക്സ്പാൻഷൻസ് കൊടുത്തു. സോ നമുക്ക്
കുറേ ടൈംസൊക്കെ ക്യാൻസലായിപ്പോയി. മിച്ചം നമുക്ക് k/2 ഇൻറ്റു 2 sin x cos t മൈനസ് sin 2x cos 2t എന്ന് കിട്ടി. ദാറ്റ് ഈസ് k ഇൻറ്റു sin x cos t മൈനസ് k/2 sin 2x cos 2t എന്ന് കിട്ടി. ദാറ്റ് ഈസ് ദ ആൻസർ. സോ ഇത് നമ്മൾ ഇവിടെ ഫംഗ്ഷൻ നമുക്ക് ഓഡ് പീരിയോഡ് ഫംഗ്ഷനായി കിട്ടിയത് കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി. സോ നമ്മൾ സാധാരണ ഈ മെത്തേഡല്ല ഉപയോഗിക്കുക. ജനറലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് an ഇവാലുവേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഉപയോഗിക്കുക. അത് നമുക്കറിയാം u of x t ഒരു സമ്മേഷൻ n = 1 to infinity an cos lambda n t പ്ലസ് bn sin lambda n t ഇൻറ്റു sin n/x/l ആണ് ജനറൽ ആയിട്ടുള്ള സൊല്യൂഷൻ. അതിൽ ഇവിടെ g of x 0 ആയതുകൊണ്ട് bn ഒക്കെ 0 ആയിരിക്കും. സോ നമുക്കിവിടെ an മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതി. സോ an ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുക. വേറെ ലാംഡ n = cn/l ആണ്. c എന്ന് പറയുന്നത് 1 ആണ്. സോ n/l എന്ന് പറയുന്നത് പൈ ആണ്. സോ n/by ദാറ്റ് ഈസ് ലാംഡ n = n ആണ്. സോ ലാംഡ n = n ഫോർ ഓൾ n ആണ്. അതുപോലെ bn = 0 ഫോർ ഓൾ n ആണ്. സോ g of x = 0 ആയതുകൊണ്ടാണ് സിൻസ് g of x = 0 ആയതുകൊണ്ടാണ്. ദെൻ നമുക്ക് an മാത്രം കണ്ടുപിടിക്കുക. an-അത് 2/l എന്ന് പറയുന്നത് പൈ ആണ്. 2/π ഇൻറ്റഗ്രൽ 0 to π f of x നമുക്ക് തന്നിട്ടുണ്ട്. അറിയാം k ഇൻറ്റു sin x മൈനസ് ഹാഫ് sin 2x ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ sin n/x/l എന്ന് പറയുന്നത് പൈ ആണ്. സോ nx dx ആ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഓൾറെഡി നോക്കുക an എന്ന് പറയുന്നത് ഫോറിയർ കോഎഫിഷ്യൻസ് ആണ്. അതായത് ഈ f of x എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ സൈൻ സീരീസ് ആക്കി എഴുതുക. ഫോറിയർ സൈൻ സീരീസ് ആയിട്ട് എഴുതി അതിൻ്റെ കോഎഫിഷ്യൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓൾറെഡി ഒരു സൈനിൻ്റെ ടേംസിലുള്ള ഒരു ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. sin x sin 2x എന്നൊക്കെയാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് അതിനെ ഒന്ന് ജസ്റ്റ് എഴുതുമ്പോൾ തന്നെ k ഇൻറ്റു sin x മൈനസ് k/2 sin 2x എന്നാണ് വരുന്നത്. സോ ബാക്കിയുള്ള sin 3x sin 4x അതിൻ്റെയൊക്കെ കോഎഫിഷ്യൻസ് 0 ആണെന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഫംഗ്ഷൻ്റെ ഫോറിയർ സൈൻ സീരീസ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇതിൻ്റെ കോഎഫിഷ്യൻസ് ആണ് ഇവിടുത്തെ ഫോറിയർ കോഎഫിഷ്യൻസ്. സോ നമുക്ക് a1 a2 മാത്രമേ ഇവിടെ ഉള്ളൂ. a1 എന്ന് പറയുന്നത് k ആണ്. a2 എന്ന് പറയുന്നത് sin 2xൻ്റെ കോഎഫിഷ്യൻ്റാണ് നമ്മൾ a2 എന്ന് പറയുന്നത്. an എന്ന് വിളിക്കുന്നത് sin nxൻ്റെ കോഎഫിഷ്യൻ്റാണ്. സോ ഇവിടെ നമുക്ക് a2 എന്ന് പറയുന്നത് മൈനസ് k/2 ആണ്. ബാക്കിയുള്ള anകളൊക്കെ 0 ആണ്. 1 2 ഒഴിച്ചുള്ള ബാക്കി എല്ലാ anകളും 0 ആണ്. സോ നമുക്ക് a1 a2 അറിയാം, ബാക്കിയൊക്കെ 0 ആണെന്ന് അറിയാം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ ഉപയോഗിക്കാതെ തന്നെ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ സൈൻ്റെ ടേംസിൽ മാത്രമുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിനെ ഒരു സൈൻ സീരീസ് ആക്കി കൺസിഡർ ചെയ്ത് നമുക്ക് ai's കിട്ടി. ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഇപ്പോൾ sin x sin 2x ഈ മെത്തേഡ് ഈ ഫോമിലല്ല ആയിരുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് a കണ്ടുപിടിക്കണം. സോ a1 = k ആണ്, a2 = മൈനസ് k/2 ആണ്. ബാക്കിയുള്ള ans ഒക്കെ 0 ആണ്. സോ അത് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ u of x = സമ്മേഷൻ n = 1 to infinity an cos lambda n t പ്ലസ് ഇൻറ്റു sin n/x/l ആണ്. സോ ഇതിൻ്റെ വാല്യൂസ് ലാംഡ എന്ന് പറയുന്നത് n ആണ്, n/x/l എന്ന് പറയുന്നത് nx ആണ്. സോ സമ്മേഷൻ n = 1 to infinity an cos n t ഇൻറ്റു sin nx ആണ്. സോ a1 a2 മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ 0 ആയതുകൊണ്ട് a1 n = 1 കൊടുക്കുന്ന ടൈംസും n = 2 കൊടുക്കുന്ന ടൈംസ് മാത്രമേ ഉള്ളൂ. സോ n = 1 കൊടുക്കുമ്പോൾ a1 cos sin x എന്നാണ് വരുന്നത്. a1 എന്ന് പറഞ്ഞാൽ k ആണ്. സോ k cos t sin x പോലെ മൈനസ് k/2 ഇൻറ്റു cos 2t sin 2x n = 2 കൊടുക്കുമ്പോൾ a2 വരും. a2 എന്ന് പറയുന്നത് മൈനസ് k/2 ആയിരുന്നു. അതിന് sin cos 2t ഇൻറ്റു sin 2x. സോ ദിസ് ഈസ് സൊല്യൂഷൻ. ബാക്കി ഓൾ അതർ ടേംസ് ആർ 0. ഓക്കെ, ഇതാണ് സാധാരണ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ജനറൽ മെത്തേഡ്. an ഇവാലുവേറ്റ് ചെയ്തു നമ്മൾ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യാറ് g of x = 0 ആണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ an bn കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് an bn 0 ആവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ g of x = 0 ആയിട്ടുള്ള ബൗണ്ടറി കണ്ടീഷൻസ് ആയിരിക്കും, ഇനീഷ്യൽ കണ്ടീഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക.
സോ അടുത്ത ഒരു പ്രോബ്ലം കാണാം. ഈ പ്രോബ്ലത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സൈൻ എക്സിൻ്റെ സൈൻ 2x ടേമിലായിരുന്നു. സോ നമുക്ക് ഫോറിയർ കോഫിഷ്യൻസ് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടി, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ തന്നെ കിട്ടി. ഇനി അങ്ങനെ അല്ലാത്ത ഫംഗ്ഷനാണ് അടുത്തത് വരുന്നത്. അതിന് നമുക്ക് ഫോറിയർ കോഫിഷ്യൻസ് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. Find the solution of the wave equation dou square u by dou t square equal to c square into dou square u by dou x square. Corresponding to the triangular initial deflection f of x equal to 2k by L x if 0 less than x less than L by 2 and 2k by L into L minus x if L by 2 less than x less than L and in the initial velocity is 0. സോ നമുക്ക് ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, അതായത് ജി ഓഫ് എക്സ് ഇവിടെ 0 ആണ്. അതുകൊണ്ട് നമുക്ക് എ എൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി, ബി എൻ ഒക്കെ 0 ആയിരിക്കും. ഇനി ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ട്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു ട്രയാങ്കുലർ ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് സൈനിൻ്റെ ടേംസിലല്ല തന്നിട്ടുള്ളത്. സോ നമ്മൾ ഇതിൻ്റെ എ എൻ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സൊല്യൂഷൻ കുറേ കോഫിഷ്യൻസിന് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ഉപയോഗിക്കണം. ആൻഡ് സി സ്ക്വയർ സി ഒക്കെ സി സ്ക്വയർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കപ്പോൾ സോൾവ് ചെയ്ത് നോക്കാം. The solution u of x t of the wave equation with the boundary conditions, always നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് ഇതാണ്, u of 0t equal to 0 and u of lt equal to 0. ഇവിടെ L പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല, L എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ L എന്ന് തന്നെ കിടക്കും. നമുക്ക് ചില പ്രോബ്ലംസിൻ്റെ L equal to പൈ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് u of pi t equal to 0 എന്ന ഇനീഷ്യൽ കണ്ടീഷൻ മാറും. ഇവിടെ നോക്കാം, ഇവിടെ u of 0t equal to 0 and u of lt equal to 0 for all t and with the initial conditions u of x0 equal to f of x and ut of x0 equal to g of x ആണ്. g of x എന്ന് പറയുന്നത് ഇവിടെ 0 ആണ് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി is 0. So which is equal to 0 is given by u of xt equal to summation n equal to 1 to infinity an cos lambda n t into sin n pi x by L. ബി എന്നിൻ്റെ ടേംസ് എഴുതുന്നില്ല, കാരണം ബി എൻ ഒക്കെ 0 ആണ്. ഇവിടെ g of x 0 ആണ്, ബി എന്നിൻ്റെ ടേംസ് ഒക്കെ 0 ആണ്. Where lambda n equal to cn pi by L and an equal to 2 by L integral 0 to L f of x sin n pi x by L dx. സോ നമ്മൾ ഇത്ര ഇക്വേഷൻസ് നമ്മൾ കാണാതെ പഠിക്കണം, എന്നാലും നമുക്ക് ഈ പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്ക് എ എൻ കണ്ടുപിടിക്കുക. എ എൻ ഇക്വൽ ടു 2 by L ഇൻറ്റഗ്രൽ 0 to L by 2 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് നോക്കുക, 0 തൊട്ട് L by 2 വരെ 2k x by L ആണ്. ആൻഡ് L by 2 to L 2k L minus x into L ഡിവൈഡ് ബൈ L ആണ്. സോ അത് നമ്മൾ ഇൻ്റഗ്രലിനെ പിരിച്ചെഴുതി 0 to L by 2 to L. ഇവിടെ എഫ് ഓഫ് എക്സ് 2k x by L ഇൻറ്റു സൈൻ n by x by L dx ആൻഡ് L by 2 to L 2k ഇൻറ്റു L minus x by L ഇൻറ്റു സൈൻ n by x by L dx. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേഷൻ ചെയ്യുന്നു. സോ 2 by ഇൻറ്റു ഇവിടെ 2k by L ഉണ്ട്, ഇവിടെ 2k by L ഉണ്ട്, കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്കത് വെളിയിലെടുത്ത് വയ്ക്കാം. സോ 2 by ഇൻറ്റു 2k by L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L by 2, ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ, പിന്നെ എക്സ് സൈൻ n by x by L dx പ്ലസ് L by 2 to L minus x ഇൻറ്റു sin n pi x by L dx. So 4k by L square into ഇവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു integral of the second, that is integral of sin n pi x by L dx minus integral of derivative of first. So derivative of first 1 ആണ്. So 1 into integral of the second. So integral sin n pi x by L dx. So ഇത്രയും ഭാഗത്തിൻ്റെ ഇൻ്റഗ്രൽ ആണിത്. ഫ്രം ദ ലിമിറ്റ് 0 to L by 2 പ്ലസ് പിന്നെ എന്താണ് ഇതിൻ്റെ ഇൻ്റഗ്രൽ. ഇതിനും എന്ത് ചെയ്യണം, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ L minus x ഇൻറ്റു integral of the second. So integral of sin n pi x by L dx minus
integral of derivative of first. So ഇതിൻ്റെ derivative with respect to x ഇതിൻ്റെ derivative എന്ന് പറയുന്നത് -1 ആണ്. So -1 into integral of the second. So integral sin n pi x by l dx from the limits from l by 2 to l. So ഇനി ഇതിന് നമുക്ക് ഒന്നുകൂടി സോൾവ് ചെയ്യണം. Which is equal to 4k by l square into first function x into integral of sin n pi x by l ആണ്. sin n pi x by l-ൻ്റെ ഇൻ്റഗ്രൽ cos n pi x by l മൈനസ് കോസ് n by x by l ആണ്. സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ആണ്. സോ മൈനസ് കോസ് n by x by l പിന്നെ ഡിവൈഡഡ് ബൈ n by x by l-ൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് n pi by l. സോ n pi by l വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം l by n pi വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും മതി. സോ ഇറ്റ് ഈസ് മൈനസ് കോസ് n pi x by l ഇൻറ്റു l by n pi പ്ലസ് വരാൻ കാരണം ഇവിടെ മൈനസ് ആയിരുന്നു. പിന്നെ നമുക്കിവിടെ ഇൻ്റഗ്രലിനകത്തും എന്ത് വരുന്നുണ്ട്, ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ആണ്. ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡിന് പറഞ്ഞ് ഇതാണ് പിന്നെയും വരുന്നത്. ഇതിനിവിടെ മൈനസ് ഉണ്ട്. സോ ആ മൈനസും ഓൾറെഡി ഉണ്ടായിരുന്ന മൈനസ് കൂടി പ്ലസ് ആയിട്ടുണ്ട്. സോ പ്ലസ് എൽ ബൈ എൻ ബൈ ഇതിൻ്റെ കൂടെ വരുന്ന ഈ എൽ ബൈ എൻ ബൈ നമ്മൾ കോൺസ്റ്റൻ്റ് ആയി പുറത്തെടുത്ത് വെച്ചു. സോ എൽ ബൈ എൻ ബൈ ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് limit from 0 to l by 2 plus l minus x into the same integral minus cos n pi x by l into l by n pi. Similarly ഇവിടെ പക്ഷേ ഓൾറെഡി ഒരു മൈനസ് ഉണ്ടായിരുന്നു. എന്ത് എൽ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 ആയിരുന്നു. ആ -1ഉം ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന മൈനസും പ്ലസ് ആയി. പിന്നെയും ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുത്തപ്പോൾ സൈൻ എൻ പൈ എക്സ് ബൈ എല്ലിൻ്റെ ഇൻ്റഗ്രൽ എടുത്തപ്പോൾ ഒരു മൈനസ് വന്നു. സോ ആ മൈനസ് ഇവിടെ വന്നു. സോ മൈനസ് എൽ ബൈ എൻ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ലിമിറ്റ് ഫ്രം എൽ ബൈ 2 to l. സോ 4k by l square ഇൻറ്റു എൽ ബൈ എൻ പൈ. എൽ ബൈ എൻ പൈ എല്ലാ ടേംസിലും ഉണ്ട്. സോ നമുക്കത് കോമൺ ആയിട്ട് പുറത്തെടുത്തു. എൽ ബൈ എൻ പൈ ഇൻറ്റു ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്തു. 0 to l by 2 ആണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ്. 0 കൊടുക്കുമ്പോൾ ഇത് മൊത്തം 0 ആയി. എക്സിന് 0 കൊടുക്കുമ്പോൾ x 0 ആയിപ്പോയി. മൈനസ് എക്സിന് l by 2 കൊടുക്കുകയാണ്. സോ l by 2 കൊടുത്തു. മൈനസ് ആയിരുന്നു, ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു. സോ മൈനസ് പ്ലസ് ആയിട്ടുണ്ട്. സോ പ്ലസ് l by 2 ഇൻറ്റു എൽ ബൈ എൻ ബൈ ഓൾറെഡി കോമൺ ആയി നമ്മൾ പുറത്തെടുത്ത് വെച്ചിരുന്നുണ്ട്. പിന്നെ ഇവിടെ എക്സിന് l by 2 കൊടുക്കുമ്പോൾ എൻ കോസ് എൻ പൈ l by 2 ബൈ എൽ ദാറ്റ് ഈസ് എൽ പോയി കഴിഞ്ഞാൽ n പൈ ബൈ 2 എന്ന് പറയുന്നത് കോസ് n പൈ ബൈ 2. സോ l by 2 കോസ് n പൈ ബൈ 2. ബാക്കി നോക്കുക l by n പൈ ഇതിൽ നിന്നുള്ള l by n by ആണ് ഇത്. ഇതിൻ്റെ l by n by ഇവിടെയുണ്ട്. സോ l by n by ഇൻറ്റു സൈൻ ഇതിൻ്റെ ഇൻ്റഗ്രൽ കോസിൻ്റെ ഇൻ്റഗ്രൽ സൈനാണ്. സൈൻ n പൈ എക്സ് ബൈ എൽ ഇൻറ്റു n by x by എല്ലിൻ്റെ ഡെറിവേറ്റീവ് n by l ആണ്. അത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അതായത് l by n by കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് ഫ്രം 0 to l by 2 അപ്ലൈ ചെയ്യണം. ഇനി ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ്. 0 to l by 2 to l ആണ്. സോ l by 2 to l അപ്ലൈ ചെയ്യുമ്പോൾ l by n പൈ ഇൻറ്റു l by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, l മൈനസ് l by 2 ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് ഇട്ടു. മൈനസ് ഓഫ് l മൈനസ് l by 2 ഇൻറ്റു കോസ് n പൈ l ഡിവൈഡ് n പൈ ബൈ l ഇൻറ്റു l by 2 ദാറ്റ് ഈസ് എന്ത് വന്നു, l by 2 l മൈനസ് l by 2 എന്ന് പറയുന്നത് l by 2 ആണ്. മൈനസ് l by 2 വരുന്നു. മൈനസ് l by 2 കോസ് n പൈ ബൈ 2 എന്ന് വരുന്നു. മൈനസ് സോ പ്ലസ് വരും. പ്ലസ് ഇവിടെ ഓൾറെഡി ഒരു മൈനസ് വരും. പിന്നെ ഈ മൈനസ് കൂടെ വരുമ്പോൾ നമുക്കിവിടെ പ്ലസ് ആവുന്നു. പ്ലസ് l മൈനസ് l കോസ് n പൈ l ബൈ l. സോ l മൈനസ് l 0 ആണ്. സോ ദിസ് ടൈം 0 ആയിരിക്കും. മൈനസ് l ബൈ n പൈ ഇൻറ്റു ദിസ് മൈനസ് l ബൈ n പൈ ഇൻറ്റു ഇതിൻ്റെ ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് സൈൻ n പൈ എക്സ് ബൈ l ഇൻറ്റു l ബൈ n പൈ ദാറ്റ് ഈസ് ഫ്രം l by 2 to l.
സോ നമുക്ക് ഇനി ഉള്ള ലിമിറ്റ്സ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 4k/L² ഇൻറ്റു L/n/, എല്ലാ ടേംസിലെ L/n/, പുറത്തെടുത്തിട്ടുണ്ട്. ദെൻ L/2 ഇൻറ്റു cos n/2, ദിസ് ടൈം L/2 ഇൻറ്റു cos n/2 പ്ലസ് ഇവിടെ നോക്കുക, ഇവിടെ 0 to L/2 ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 അപ്ലൈ ചെയ്യുമ്പോൾ sin 0 ആയി പോവും. പിന്നെ ഒരു മൈനസ് L/2 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് sin n/L ഇൻറ്റു L/2 എന്ന് വരും. സോ L/n/, ഇൻറ്റു ഇവിടെ 2 L/n/, ഉണ്ടായിരുന്നു, അതിനകത്ത് ഒരു L/n/, നമ്മൾ കോമൺ ആയി പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു L/n/, ഇവിടെ തന്നെ ഉണ്ട്. മൈനസ് sin n/L ഇൻറ്റു L/2 പ്ലസ് L/2 cos n/2 മൈനസ് L/n/, ഇൻറ്റു L/2 ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ് ഈ ടേംസിൽ. സോ L/2 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് sin n/L ഇൻറ്റു L/2 മൈനസ് L അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് L പോയി കഴിയുമ്പോൾ sin n/, എന്നാണ് പറയുന്നത്. അത് 0 ആണ്. പൈയുടെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് പൈ ആർ 0 ആണ് സൈനിൽ. സോ അതും ഈ ടേം 0 ആയിപ്പോയി. പിന്നെ ഇതാണുള്ളത്. സോ ഇന്ന് നോക്കുക, ഇവിടെ പ്ലസ് L/2 cos n/2, ഇവിടെ മൈനസ് L/2 cos n/2 ഉണ്ട്. സോ ഇത് രണ്ടും കൂടെ 0 ആയി പോവും. സോ മിച്ചമായിട്ട് നമുക്കിവിടെ മൈനസ് L/n/, sin n/2, ഇവിടെ മൈനസ് L/n/, sin n/2 ഉണ്ട്. സോ രണ്ട് മൈനസ് ടേംസ് ആഡ് ചെയ്തു. സോ -2L -2L/n/, sin n/2 എന്ന് വന്നു. സോ കോമൺ മൊത്തം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് -8k/n²π² sin n/2 എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്ക് അത് u(x)t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. an-ൻ്റെ വാല്യൂ ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. സോ an-ൻ്റെ വാല്യൂ u(x)t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് സമ്മേഷൻ n = 1 to infinity -8k/n²π² sin n/, cos cnπL t ഇൻറ്റു sin nπx/L. സോ സിയുടെ വാല്യൂ നമുക്കറിയില്ല, എല്ലിൻ്റെ വാല്യൂ നമുക്കറിയില്ല. സോ അത് അതേപോലെ തന്നെ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് -8k/π² കോൺസ്റ്റൻ്റ് ആണ്. സോ അത് പുറത്തെടുക്കാം. ഇൻറ്റു സമ്മേഷൻ n = 1 to infinity 1/n² ഇൻറ്റു sin nπ/2 cos cnπt/L ഇൻറ്റു sin nπx/L. സോ n = 1, 2, 3 എക്സെട്ര അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഈവൻ വാല്യൂസിൽ ഇത് സൈൻ കോസ് വാല്യൂസ് എന്തായി നമുക്കിവിടെ കിട്ടും. എന്നിൻ്റെ ഈവൻ വാല്യൂസിൽ ഇത് 0 ആയി മാറും. സോ നമുക്ക് എന്തേ ഉള്ളൂ, ഓഡ് ടേംസ് മാത്രമേ വരുന്നുള്ളൂ. എന്നിൻ്റെ ഈവൻ വാല്യൂസിൽ sin nπ/2 എന്ന് പറയുന്നത് n2 വരുമ്പോൾ sin π ആവും, n4 വരുമ്പോൾ sin 2π വരും. അതൊക്കെ 0 ആണ്. സോ ഈ ടേം 0 ആയി പോകും ഈവൻ നമ്പേഴ്സിൽ. സോ ഓഡ് നമ്പേഴ്സിന് മാത്രമേ വാല്യൂ വരുന്നുള്ളൂ. നമുക്ക് ഈ സീരീസ് കിട്ടും. സോ ഇത്രയാണ് നിങ്ങളുടെ സിലബസിലുള്ളത്. ഏകദേശം പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി എക്സസൈസ് പ്രോബ്ലംസ് ഉണ്ട്, സപ്ലിമെൻ്ററി പ്രോബ്ലംസ് ഉണ്ട്. അതിൽ വേവ് ഇക്വേഷൻ്റെ പ്രോബ്ലംസ് സെലക്ട് ചെയ്ത് ഞാൻ പറയാം, അതുകൂടെ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സപ്ലിമെൻ്ററി പ്രോബ്ലംസ് കൂടെ ചെയ്ത് നോക്കുക.